ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നല്ലൊരു ഇടവേള എടുത്തിട്ടാണ് ഇതൊന്ന് ഇടുന്നത്. നമ്മളെ കൈക്കൊക്കെ നന്നായി പൊള്ളലുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ ഇട്ടിട്ട്. ആർക്കെങ്കിലും അതിലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഞാൻ അത്രയും വേദന ഉള്ളതുകൊണ്ടാണ് ഞാനതിട്ടത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതൊന്ന് ആ വേദന ആർക്കും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ എനിക്കിപ്പം കുഴപ്പമില്ല, അപ്പോൾ അങ്ങനെ ശരിയായി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇടുന്നത് ചക്കക്കുരുവിൻ്റെ ഒരു മസാലക്കറി എന്ന് പറയാം. പക്ഷേ ചിക്കനൊക്കെ ബാക്കിൽ നിൽക്കണം, അത്രയ്ക്ക് ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഈ വൈറ്റ് സ്കിൻ അങ്ങോട്ട് പോക്കണം. ബ്രൗൺ സ്കിൻ പോക്കണ്ട, വൈറ്റ്. ഇതിൻ്റെ ഒരു പ്ലാസ്റ്റിക് തോല് പോലത്തെ ഇതാണല്ലോ, നമ്മളെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാണ്. ആ വൈറ്റ് തോലൊക്കെ പോക്കി ഇതുപോലെ ബ്രൗൺ നിറത്തിൽ നമ്മളൊന്ന് ആ തോലൊക്കെ ഞാൻ പോക്കി എടുത്തിട്ടുണ്ട്, നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, എൻ്റെ കൈ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സൈഡിൽ കൂടെ. അപ്പം കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചക്കക്കുരൊക്കെ ഞാനൊന്ന് രണ്ടാക്കിയിട്ട്, ഇങ്ങനെ നീളത്തിലല്ല, ഞാനൊന്ന് വട്ടത്തിലാണ് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ചേച്ചിയും എൻ്റെ മോളും കൂടി സഹായിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് എനിക്കിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള. പക്ഷേ എല്ലാവരും കൂടി സഹായത്തിൽ ഞാൻ വീഡിയോസ് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹം വേണം. അങ്ങനെ ഞാൻ ചക്കക്കുരുക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളികേരമാണ് വേണ്ടത്. നാളികേരം ഇതുപോലെ കട്ട് ചെയ്തിട്ട്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചിരവിയിട്ടൊന്നുമില്ല. ഇത് നന്നായി മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചിട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് വേണ്ടത് പിന്നെ കുറച്ച് സ്പൈസസ് ആണ്. അങ്ങനെ പെരിഞ്ജീരകം, പിന്നെ ജാതിക്ക, കണ്ടോ ജാതിക്ക. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിനുള്ളിലൊരു കുരു ഉണ്ടാവും, അതാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ ഒന്നിച്ച് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. പിന്നെ പെരിഞ്ജീരകം, കറാമ്പൂവ്, കറാമ്പട്ട, ഏലക്കായ, പിന്നെ തക്കോലം, ഇതെല്ലാം എടുക്കണം. അപ്പോൾ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കഷ്ണം, ചെറിയൊരു പീസ് എടുത്താൽ മതി കേട്ടോ ജാതിക്കയുടെ. ഞാനത് കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ജാതിക്കയുടെ ഒരു കുഞ്ഞ് പീസ് ഇതെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഫസ്റ്റ് തന്നെ കാണിച്ചു തന്നതാണ്. ഇനി നമുക്കെല്ലാം ഇത് ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട്, ഇനി ചക്കക്കുരു, ഈ മുറിച്ച് വെച്ച ചക്കക്കുരു നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കറിലിട്ടിട്ട് 2 വിസിൽ വരുത്തക്ക വിധം നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒന്ന് നന്നായിട്ട് വേവണം. പക്ഷെ ഉടയാൻ പാടില്ല. അപ്പോൾ ചക്കക്കുരു ഇങ്ങനെ കടിക്കുമ്പോൾ ചക്കക്കുരു ആണെന്ന് തോന്നണം, അത്ര ഉടയാത്ത രീതിയിൽ നന്നായി വെന്തെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് കുക്കറിലേക്ക് എടുക്കുമ്പോഴേക്ക് നമുക്ക് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ നാളികേരം, ഞാൻ മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്ത നാളികേരം ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട് ചട്ടി. നന്നായിട്ടൊന്ന് ഞാനിതൊന്ന് വറുത്തെടുക്കുകയാണേ. വറുത്തെടുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 4-5 ചുവന്നുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് പിന്നെ ഈ സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ഞാൻ ഇടുകയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം ഈ സ്പൈസസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചിക്കൻ മസാലപ്പൊടി ഇട്ടാലും മതി, അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഗരം മസാല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി പൊടിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അത് ഇട്ടാലും മതി കേട്ടോ, ഗരം മസാല ഇട്ടാലും മതി. അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണേ. അങ്ങനെ നാളികേര ബ്രൗൺ നിറത്തിൽ വറക്കണം. ഇതുപോലെ ബ്രൗൺ നിറത്തിലാകുമ്പോഴേക്കും നമുക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി മതി. കാരണം ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചത് ചക്കക്കുരു. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലിയാണ്, അത് ഞാൻ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ ഇടാം. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നാളികേരം നന്നായി ചൂടാക്കി എടുക്കട്ടെ. ഈ സ്പൈസസ്, ഈ പൊടികളൊക്കെ നന്നായിട്ട് ആ പച്ച സ്മെല്ല് പോകുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നന്നായിട്ട് ഈ നാളികേരത്തിൽ കിടന്നിട്ട് നന്നായി ചൂടാക്കുക എന്നുണ്ട്. അപ്പോൾ ഈ നാളികേരമൊക്കെ നല്ല ബ്രൗൺ നിറത്തിൽ നന്നായി വറുത്തെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തെടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഒരു സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇടാം. നിങ്ങൾക്ക് ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ മീറ്റ് മസാലപ്പൊടി ഇട്ടാലും മതി, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു സ്പൂണ് മുഴുവനായിട്ടൊന്നും വേണ്ട, ഒരു 3/4 സ്പൂണോളം ഇട്ടാൽ മതി. നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് അതും കൂടി, ആ പൊടിയും കൂടി ഇതിലേക്ക് ചൂടാക്കത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ടിട്ട് വെള്ളം ഇല്ലാതെ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നന്നായി അരച്ചെടുക്കുമ്പോഴേക്ക് നമുക്ക് നല്ലൊരു ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തത്. നിങ്ങൾക്കൊരു പാത്രം എടുത്താലും മതി. ചട്ടിയിലേക്ക് ഈ വേവിച്ച് വെച്ച
ചക്കക്കുരു ഇതിലേക്കിട്ട് 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി ചതുക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ മിക്സിയിൽ അരച്ചെടുത്ത ഈ നാളികേരത്തിൻ്റെ കൂട്ടാണ്. കണ്ടോ, ഇതുപോലെ നന്നായി വെള്ളമില്ലാണ്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട്, പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഈ മസാല എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട്, പിന്നെ ആ ചക്കക്കുരു വേവിച്ച വെള്ളവും കൂടി ഇതിലേക്ക് കുറച്ച് പാർന്നിട്ടുണ്ട്. ആ മിക്സിയിലുള്ള ആ അരപ്പിൻ്റെ കൂടെ അതും കൂടി പാർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരെ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കാം. ഞാൻ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നാളികേരത്തിൻ്റെ കൊത്താണ്. നാളികേരം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇടുക. അതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അത്രയും ടേസ്റ്റാണ്. അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേവുക എന്ന് വെച്ചാൽ ചക്കക്കുരു ഒക്കെ ഓൾറെഡി വെന്തതാണ്. എന്നാൽ ഈ മസാല എല്ലാം ചക്കക്കുരുവിലേക്ക് നന്നായി പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഈ എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. നല്ല ചക്കക്കുരുവിലേക്കൊക്കെ ഈ മസാല പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതേ രൂപത്തിലെടുക്കാം കേട്ടോ. പക്ഷേ ഡ്രൈ ആക്കി എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്നും കൂടി ഡ്രൈ ആക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചക്കക്കുരുവിൻ്റെ കറി ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മാക്സിമം കറിവേപ്പില, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാടൻ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ അതും കൂടി ഇടുക. കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് നാടൻ കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനൊന്നും കൂടി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുത്തപ്പോഴേക്കും ഇതെല്ലാം കുറുകിയിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് വിളമ്പേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. മൺചട്ടി ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്കത് അതിലേക്ക് ഇങ്ങനെ കിടന്ന് തിളയ്ക്കും. നിങ്ങൾക്ക് വേണേൽ ഒന്നും കൂടി ഡ്രൈ ആക്കണം, ആ ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി ഒന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ ഞാൻ അതൊന്ന് പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ പച്ചമുളകിൻ്റെ എരിവും ഇഞ്ചിയുടെ എരിവും എല്ലാം നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് ചക്കക്കുരു ആണെന്ന് മനസ്സിലാവുകയില്ല, അത്രയും രുചിയാണ്. ഇപ്പോൾ ചക്കക്കുരു കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ചക്കക്കുരു ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ചക്കക്കുരുവൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. അതൊന്നും കളയരുത്, ഇതുപോലെ ഉണ്ടാക്കുക. വെറൈറ്റി ആയിട്ട് ചക്കക്കുരു കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കുക. ബ്രൗൺ സ്കിന്ന് കളയാണ്ട് മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് ഓരോ സീസണിലും ഓരോ ഐറ്റം ഉണ്ടാക്കുമ്പോൾ അത് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ചക്കയും ചക്കക്കുരു മാങ്ങയൊക്കെ ഈ സീസണിൽ നന്നായി ഉണ്ടാവും. അപ്പം അതൊന്നും നിങ്ങൾ കളയരുത്, ഇതുപോലെ ഓരോന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാൻ നോക്കുക. അങ്ങനെ ഞാൻ ഇതെല്ലാം അത് കണ്ട ഒന്നും കൂടി നന്നായി ഓഫ് ചെയ്തിട്ടാലും ചട്ടിയുടെ ചൂടുകൊണ്ട് നന്നായിട്ടൊന്നും കൂടി വറ്റിക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ എല്ലാം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ, അധിക പേരും ഇങ്ങനെ ഉണ്ടാക്കും, പക്ഷെ ഉണ്ടാക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ചക്കക്കുരു എന്ന് മനസ്സിലാവുകയില്ല. നമ്മളുടെ സൈഡായിട്ട് കറീൻ്റെ കൂട്ടത്തിൽ സൈഡായിട്ടൊക്കെ കൊണ്ടുവച്ചാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനേൻ്റെ ഇലയോ അല്ലെങ്കിൽ മല്ലിച്ചപ്പൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മുകളിൽ 2 പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുക, എന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരു നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.